ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ വണക്കം ഇതാരാണ്? സോ ഞാനിപ്പോ ചെന്നൈയിലല്ല കേട്ടോ. ഞാനിപ്പോ ഉള്ളത് തമിഴ്നാടിന്റെ രണ്ടാമത്തെ വലിയ നഗരമായിട്ടുള്ള കോയമ്പത്തൂരിൽ നമ്മുടെ സായുജിനെ കാണാൻ. സായുജ് കോയമ്പത്തൂർ സ്റ്റാർ അല്ല, വയനാടൻ ലിറ്റിൽ സ്റ്റാർ. സോ വയനാടൻ ബഡാ സ്റ്റാർസിനെ കാണാൻ ബാംഗ്ലൂർ പോകണം, വയനാടൻ മിഡിൽ സ്റ്റാറിനെ കാണാൻ കൊച്ചി പോകണം, വയനാടൻ ലിറ്റിൽ സ്റ്റാറിനെ കാണാൻ കോയമ്പത്തൂർ വരണം. എന്താണ് കഥ? അപ്പോ നമ്മളിപ്പോ ഒന്ന് ഇവിടുന്ന് വേറെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ പറയാം. നമ്മളോടൊപ്പം ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാരാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഞങ്ങളിപ്പോ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള പാരഡൈസ് ഇന്റർനാഷണൽ, അവിടെയാണ് റൂം എടുത്തിരിക്കുന്നത്. സോ നമുക്ക് കുറച്ച് കോയമ്പത്തൂർ കാഴ്ചകളൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകാം. സോ ലെറ്റ്സ് ഗോ ടു റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ സൗത്ത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന തമിഴ്നാടിൻ്റെ സ്വന്തം കോവൈ, നമ്മുടെ കോയമ്പത്തൂര്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിട്ടൊരു സ്റ്റീം എഞ്ചിൻ ഉണ്ട്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ 150 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളത്. ചുരുക്കം ചില റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമേ നമുക്കിപ്പോഴും സ്റ്റീം എഞ്ചിനൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിൽ തന്നെ അതുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ സ്വച്ഛ് ഭാരതിൻ്റെ ഗോ ഗ്രീൻ ക്യാമ്പയിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വളരെ ഭംഗിയുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂർ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു നഗരമല്ല. ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിലും അതുപോലെ തന്നെ എൻ്റെ ജോലിയുടെ തുടക്കത്തിലൊക്കെ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് തുടങ്ങിയ കാലഘട്ടത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും വ്ളോഗും ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു. സായൂജിനോടൊപ്പം പിന്നീട് ഞാനിവിടെ മരുതമലയും അതുപോലെ തന്നെ അന്നപൂർണ ഹോട്ടലും ഇവിടുത്തെ പൂ മാർക്കറ്റും ഒക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ ഇവിടുത്തെ മസ്റ്റ് വിസിറ്റ് പ്ലേസസിനെ കുറിച്ച് ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടുതലും അമ്പലങ്ങളാണ്. പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കോയമ്പത്തൂർ. ഞാനൊരു ടെമ്പിൾ സ്റ്റാറായി പോയില്ലേ, അപ്പോൾ പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു ട്രെയിൻ എത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നമ്മൾ തേടി നടന്ന ആൾ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മറ്റാരുമല്ല, നമ്മുടെ രവി. അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാനും രവിയും ഒന്നിക്കുന്ന ഒരു വീഡിയോ ആണിന്ന്. ഞങ്ങളോടൊപ്പം സായൂജും ഉണ്ട്. പുലിമുരുകൻ. അങ്ങനെ ഒരു നീണ്ട 4 മാസത്തോളം ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ രവി സാർ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുൻ്റെ വീഡിയോസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഈ വീഡിയോൻ്റെ രഹസ്യം റിവീൽ ചെയ്യാൻ പോവുകയാണ്. രവി സാറിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ ലിറ്റിൽ സ്റ്റാർ ഒമാനിലേക്ക് പറക്കുകയാണ്. ഇനി എന്ന് കാണും? പോകാൻ സമയമായി. ട്രോളി അല്ല, ഞങ്ങളാ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ട്രോളിയും കൊണ്ട് പോയേനെ. അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ കോയമ്പത്തൂര് പെട്ടെന്ന് കൂടി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. മന്തി, നെഹദി മന്തി. ഇവിടുത്തെ നെഹദി മന്തിയുടെ ഔട്ട്ലെറ്റ് ഉള്ളത് കോയമ്പത്തൂർ പാലക്കാട് റോഡിലുള്ള കുനിയമ്മത്തൂരാണ്. അപ്പോൾ ഗാന്ധിപുരത്ത് നിന്ന് അങ്ങോട്ടൊക്കെ അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ടും പിന്നെ ട്രാഫിക് നല്ലോണം ഉള്ളതുകൊണ്ടും പല ക്യാബുകാരും ബുക്കിംഗ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കൊല്ലുന്ന റേറ്റ് പറയും. അതുകൊണ്ട് ഞങ്ങൾ ഫൈനലി ഈ യാത്ര ബസ്സിലാക്കി. അങ്ങനെ നമ്മൾ ഉക്കടത്ത് ഇറങ്ങി. ഉക്കടത്ത് ഈ ഫ്ലൈ ഓവറിൻ്റെയൊക്കെ പണി അത്യാവശ്യം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ട്രാഫിക് കൺജഷൻസ് ഒക്കെ കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉക്കടത്തുനിന്ന് നമ്മൾ വേറൊരു ബസ്സിൽ കയറിയിട്ട് കുനിയമ്മത്തൂർ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ നെഹദി മന്തി. കേരള ഹോട്ടലാണ്. കുഴിമന്തിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്. നമ്മുടെ ആശാന്മാർ 2 പേരും കുഴിമന്തിയുടെ ആൾക്കാരാണ്. എനിക്കും എപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. കുറേ കാലമായി ഇപ്പോൾ കഴിച്ചിട്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഹോട്ടലിൽ. നമ്മൾ നമ്മുടെ പേര് കൊടുത്തിട്ട് വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് എത്ര ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഊഴം കിട്ടുന്നത് എപ്പോഴാണോ എന്തോ. ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ ഐറ്റംസ് എന്താണെന്നും റേറ്റിംഗ്സിൽ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മന്തി ഏതാണെന്നൊക്കെ നോക്കുക നമ്മുടെ രവിയാശാൻ. ഞാൻ മുമ്പും ഒരു തവണ ഇവിടെ സായൂജിനോടൊപ്പം വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വ്ളോഗൊന്നും എടുത്തില്ല. നമുക്ക് ഈ മെനു മൊത്തം ഒന്ന് അരിച്ച് പെറുക്കി നോക്കാം.
ഇതിന് സലാത്തോ അങ്ങനെ എന്താ പറയില്ലേ, മന്തിയുടെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണിത്. അത്ര നല്ലതൊന്നല്ല, എന്നാലും മന്തിക്ക് ബെസ്റ്റാ. സലാഡ് സാഹിജ്, നമ്മളിപ്പോ ഏതൊക്കെ മന്തി ഓർഡർ ചെയ്ത്? മട്ടൺ, ബീഫ്. അപ്പൊ 3 ഇറച്ചികളുമായി. ഒരാൾക്ക് ചിക്കൻ, ഒരാൾക്ക് മട്ടൺ, ഒരാൾക്ക് ബീഫ്, അങ്ങനെ 3 തരം ഇറച്ചികളുടെയും ദേശീയ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മന്തി വിളമ്പിയിട്ടുള്ള പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇത്തവണയും മന്തി വിളമ്പുന്ന ഉത്തരവാദിത്തം നമ്മൾ സായുജിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നല്ല ചൂടുള്ള മന്തി റൈസ്. അപ്പോൾ ആദ്യത്തെ പീസ് ചിക്കൻ നമ്മുടെ രവിക്ക് കൈമാറിയിരിക്കുകയാണ്. അതിനുശേഷം രവി കുറച്ച് റൈസും വാങ്ങി. ഞാൻ എപ്പോൾ എൻ്റെ റൈസും അതുപോലെ തന്നെ മട്ടനും വരുമെന്ന് കാത്തിരിക്കുമ്പോഴേക്കും രവി ചിക്കൻ മന്തി അടിച്ചു തുടങ്ങി. അങ്ങനെ എൻ്റെ മട്ടൻ മന്തിയിലേക്കുള്ള റൈസ് എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അതിനുശേഷം മട്ടൻ ഇങ്ങനെ വരണു. മട്ടനിൽ കൂടുതലും എല്ലാമാണ്, ഇറച്ചി കുറവാണ്. എന്നാലും മട്ടൻ മന്തിയാണ് കൂട്ടത്തിലെ കിങ്. അതിനുശേഷം നമ്മുടെ സായുജ് അവൻ്റെ ബീഫ് മന്തി. അങ്ങനെ റൈസ് മാത്രം വിളമ്പി വെച്ചാൽ പോരല്ലോ, പീസും കൂടി എടുക്കടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പീസും കൂടി എടുത്ത് പ്ലേറ്റിലിട്ടു. അങ്ങനെ ഈ മട്ടൺ മന്തി വഴി കുറച്ച് പ്രോട്ടീൻസ് എൻ്റെ ശരീരത്തിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിക്കാനായിട്ട് കുറച്ച് ആ തക്കാളി ചട്നി ഒഴിച്ചു. അതിനെന്താണ് പറയുക, സലാത്തെന്നോ എന്തോ ആണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതോടൊപ്പം തന്നെ കുറച്ച് മയണൈസും ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ കുറച്ച് സലാഡും അതിലേക്ക് പൊട്ടിച്ചിടാം. നൗ ദ സ്റ്റേജ് ഈസ് ഓൾ സെറ്റ് ഫോർ മൈ മട്ടൺ മന്തി. അപ്പോൾ മട്ടൺ മന്തിയോടൊപ്പം ഞാൻ ബീഫ് മന്തിയുടെ ഒരു പോർഷൻ പൊട്ടിച്ചെടുത്തു. അനുവാദമൊന്നും ചോദിച്ചില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ രവിയണ്ണൻ്റെ ചിക്കൻ മന്തിയിലും ഒന്ന് കൈകടത്താം. ചിക്കൻ നല്ല മുറ്റാണ്, പൊട്ടിച്ചിട്ട് കിട്ടണില്ല. അങ്ങനെ ഒരു കഷ്ണം അതും കരസ്ഥമാക്കി. അങ്ങനെ മട്ടനും ചിക്കനും ബീഫും മന്തി റൈസും എല്ലാം ചേർത്തിട്ട് നമുക്കിങ്ങ് കഴിക്കാം. അതിനുശേഷം നമ്മൾ ഓരോ മൊജീറ്റോസ് കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ സായുജിൻ്റെ ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ സായുജിനൊരു സ്പെഷ്യൽ മൊജീറ്റോ ആണ്. ഇതൊരു ഫുഡ് ബ്ലോഗ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നൊന്നുമില്ല. എന്തായാലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നഹദി മന്തിയിൽ. ഈ തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ തന്നെ ഹൈ വോളിയത്തിൽ പഴയ പാട്ടുകൾ വെക്കും. പാട്ടുകൾ കേൾക്കാൻ നല്ല രസമാണ്, പക്ഷേ ഇത്രയും സൗണ്ടിൽ വെക്കണോ? കുറച്ച് സമയത്തേക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അരോചകമാണ്. അപ്പോൾ ഡെയിലി രാവിലെ തൊട്ടിട്ട് രാത്രി വരെ ഇതിൽ പോകുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും അവർക്കത് എൻജോയ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ. പോത്തീസും കുമരൻസും ചെന്നൈ സിൽക്സും ഒക്കെയുള്ള കോയമ്പത്തൂരിലെ ഒപ്പനക്കാര സ്ട്രീറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവേ റോഡിൻ്റെ വീതി വളരെ കുറവാണ് ഇവിടെ. പോരാത്തതിന് ഒരുപാട് വണ്ടികളും ഒക്കെ ആയിട്ട് വളരെ കൺജസ്റ്റഡ് ആണ്. അങ്ങനെ പതുക്കെ നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബസ്സിലെ കണ്ടക്ടറുടെ പെരുമാറ്റത്തെക്കുറിച്ച് എടുത്ത് പറയണം കേട്ടോ. ഈ ബസ് റെയിൽവേ സ്റ്റേഷൻ വരെ പോവാത്തതുകൊണ്ട് ടൗൺ ഹാളിൽ ഇറങ്ങണം. അപ്പോൾ ടൗൺ ഹാൾ എത്തുന്നതിന് മുന്നൊന്ന് പറയണേ എന്ന് പറഞ്ഞപ്പോൾ അതുക്കെന്നെ തമ്പി സൊല്ലലാം എന്ന് പറഞ്ഞ ആൾ ഞങ്ങളോട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുക ഇതെല്ലാം മുടിഞ്ചിടിച്ചെന്ന്. എവിടെ, ടൗൺ ഹാൾ വഴിയല്ല ബസ് പോയത്, ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് അവർ വേറെ വഴി പോയി. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളോടൊന്ന് പറയണ്ടേ, ഇവിടെ ഇറങ്ങിക്കോളൂ നടന്നോളൂ എന്ന്. അതുപോലും ഇല്ല. പുറത്തുനിന്ന് വരുന്നവരോട് ഇങ്ങനെ തന്നെ പെരുമാറണം. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ ഹോട്ടൽ പാരഡൈസിൽ വീണ്ടും എത്തി. ഇനി കുറച്ച് സമയം വിശ്രമമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നല്ലൊരു ഉറക്കൊക്കെ ഇറങ്ങി. കോയമ്പത്തൂർ വന്നിട്ട് സ്ഥലങ്ങൾ കാണാൻ, ഞങ്ങളൊക്കെ ഓൾറെഡി കോയമ്പത്തൂരിൽ ഒരു വിധപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. കോയമ്പത്തൂർ സ്ഥലങ്ങൾ കാണുന്നേക്കാളും കൂടുതൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം. നമ്മുടെ സായുജ് പോവല്ലേ, പറന്ന് പോവല്ലേ, അപ്പോൾ അതിന് മുന്നേ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ അവനിപ്പോൾ ജസ്റ്റ് പുറത്ത് പോയിരിക്കുകയാണ്. ഞങ്ങളെ ഉറക്കത്തിന് എണീപ്പിച്ച് പോയി. ഇപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം അല്ലേ, ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ രാത്രിയിലെ കുറച്ച് കാഴ്ചകൾ ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ഇന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്തുള്ളൂ, പക്ഷേ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായത് കോയമ്പത്തൂർ നല്ല മാറ്റം, പ്രത്യേകിച്ച് റോഡ് കമ്പാരിറ്റീവ്ലി മോശമാണ്, ഇപ്പോഴും മോശം തന്നെയാണ്. ഫ്ലൈ ഓവറുകളൊക്കെ പണി നടക്കുന്നുണ്ട്, അതൊക്കെ വരും. പിന്നെ മെട്രോ അല്ലെങ്കിൽ സബർബൻ അങ്ങനെ ഒന്നും ഇല്ല. എല്ലാവരും റോഡ് ട്രാഫിക്കിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നല്ല തിരക്കാണ്. സൺഡേ നല്ല തിരക്ക്. എന്തായാലും എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഇപ്പോൾ ബാംഗ്ലൂർ കഴിഞ്ഞാൽ ട്രാഫിക് കൺജഷൻസ് നല്ലോണം ഉള്ളൊരു സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോയമ്പത്തൂരാണ്. അപ്പോൾ കോയമ്പത്തൂർ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം അഡ്വാൻസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. അതായത് റോഡിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും.
അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമുക്കിനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം അല്ലേ രവിയണ്ണ? രവിയണ്ണൻ്റെ ഈ ഷർട്ട്, ഇങ്ങനത്തെ പുള്ളിയുടെ ഈ ഷർട്ടുകളുടെ ഫാനാണ് ഞാൻ കേട്ടോ. വേറൊരു കാര്യം പറയണം കേട്ടോ, ഇത് പുള്ളി വാങ്ങിച്ചു തന്ന ഷർട്ടാണ്. അത് പറയണം, അതിപ്പോ പറയണം. അതെന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങി തന്ന ഷർട്ടാണ്. പക്ഷെ സർപ്രൈസ് പൊളിഞ്ഞു, അത് വേറെ കാര്യം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിയും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷർട്ടാണത്. അതുകൊണ്ട് നമ്മള് ഫുഡ് സ്ട്രീറ്റിലെ ഫസ്റ്റ് വ്ലോഗ് എടുത്തു. ചന്ദനത്തിന്റെ കോയമ്പത്തൂർ വന്നിട്ട് നമ്മള് ടെമ്പിൾ സ്റ്റാർ ആയില്ല കേട്ടോ, കൂടെ ഉള്ളതല്ലേ, അല്ലെങ്കിൽ ആദ്യം അമ്പലത്തിൽ കൊണ്ടുപോകും. ഇഷായോഗ പോണെന്ന് ആദ്യം സായുജ് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ ആയുജ് പറഞ്ഞതാ, ഞാനായിട്ട് ഇന്ന് വേണ്ട, ഞാൻ എവിടേക്കും ഇല്ല, എനിക്ക് റെസ്റ്റ് എടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു. അവൻ തന്നെ പറഞ്ഞു നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്തേക്കുള്ള വ്യൂ ഇവിടെ ഫുള്ള് ബാറുകളാണ്, അതുപോലെ തന്നെ ലോഡ്ജുകൾ. നമ്മൾ ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ്. സമയം ഇപ്പോൾ ഏതാണ്ട് 7:15, ഏതോ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ. സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലുള്ള റാണീസ് ഹോട്ടൽ ആൻഡ് ബേക്കറിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ മുറുക്ക്, അച്ചപ്പം, ഉണ്ണിയപ്പം ഒക്കെ തന്നെ കാണാനുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ വാങ്ങാൻ പോകുന്നത്. ഇതിന് താഴെയുള്ള കേക്കുകളുടെ സെഷനിൽ പോയി നമ്മളൊരു കേക്ക്, ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേക്കിന് മുകളിലുള്ള റൈറ്റിങ്സ് എഴുതുന്ന ഗ്യാപ്പിൽ രവി എനിക്കൊരു പരിചയപ്പെടുത്തി തന്ന ഒരു ഐറ്റമാണ് ഇത്, ഐസ്ക്രീം സാൻഡ്വിച്ച്. ഐസ്ക്രീമിൻ്റെ മേലെയും താഴെയായിട്ട് 2 ലെയർ വെച്ചിട്ടൊരു സാൻഡ്വിച്ച് മോഡലിൽ. ഞാനത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. രവി കേക്കും കൊണ്ട് റൂമിലേക്ക് പോയി. ഞാൻ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴേക്കും ഇവിടുത്തെ പോലീസ് മ്യൂസിയം കണ്ടു. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ പണ്ട് ഇവിടെ പോയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈകുന്നേരം 3 മണി മുതൽ 7 മണി വരെയാണ് ഇങ്ങോട്ട് എൻട്രി ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തുനിന്ന് കാണാം. അപ്പോൾ ഇവിടുത്തെ തമിഴ്നാട് പോലീസ് സേന ഉപയോഗിച്ചിരുന്ന പഴയ തരത്തിലുള്ള തോക്കുകൾ, മറ്റ് എക്യുപ്മെൻറ്റ്സ്, അവരുടെ പഴയ കുപ്പായം, അതൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മൺഡേ ഈ ഒരു മ്യൂസിയം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന ഫീസ് 10 രൂപയാണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴേക്കും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് തിയേറ്ററിലേക്കാണ് ഞാൻ എത്തിയത്. ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന കാലത്തും അതുപോലെ തന്നെ എൻ്റെ ആദ്യ ജോലിയുടെ സമയത്തൊക്കെ, അതൊരു 2015 മുതൽ ഒരു 17 അവസാനം വരെയൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് എൻ്റെ ബാക്കിലുള്ള ശാന്തി തിയേറ്റർ. ശാന്തി ആൻഡ് ശാരദ, കോയമ്പത്തൂർ, ഇവിടെ റെയിൽവേ സ്റ്റേഷനടുത്ത്. അതായത് തമിഴിൽ അജിത്തിൻ്റെയൊക്കെ വേതാളം, ആരംഭം പോലുള്ള സിനിമകളുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓർമ്മകൾ ഇവിടെ വെച്ചിട്ടാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കൂടുതലും തമിഴ് സിനിമകൾ. സോ നല്ല ഓർമ്മകളുള്ളൊരു സ്ഥലം. ഇപ്പോൾ വിലക്കുറവിൽ ഫാൻസി ഐറ്റംസും അതുപോലെ ടീഷർട്ട്, ട്രാക്ക് സ്യൂട്ടൊക്കെ കിട്ടുന്ന ഇവിടുത്തെ കൽക്കട്ട ബസാറാണിത്. അപ്പം നമ്മളിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലോഡ്ജ് സ്ട്രീറ്റാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസ് മുതൽ പ്രീമിയം 3 സ്റ്റാർ റൂംസ് വരെ ഈ ഒരു ലോഡ്ജ് സ്ട്രീറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ പിള്ളേർ ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, വ്ളോഗ് എടുക്കുക, പിന്നെയും ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമ്മുടെ റൂമിനടുത്ത് തന്നെ ഒരു ഫിഷ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ട് രാത്രി വെജ് ആവാം, ആര്യാസ് പോവാം. നമ്മൾ 3 തരത്തിലുള്ള മന്തികൾ ഉച്ചയ്ക്ക് ട്രൈ ഔട്ട് ചെയ്തു. ഇനിയിപ്പോൾ 3 തരത്തിലുള്ള റോസ്റ്റുകൾ ട്രൈ ചെയ്യാം. കുറെ കാലമായി നെയ് റോസ്റ്റ് കഴിച്ചിട്ട്. അല്ല, ഞാൻ നെയ് റോസ്റ്റ് സ്റ്റാറാണ്, നോട്ട് മസാല ദോശ സ്റ്റാർ. ഇപ്പം മസാല റോസ്റ്റ്, അതുപോലെ പനീർ റോസ്റ്റ്, ഇത് ഗീ റോസ്റ്റ്. അപ്പൊ സായുജേ, നമ്മുടെ ദിവസം തീരാറായി. രണ്ടുപേരും വന്നതിൽ വളരെ സന്തോഷം. അയ്യോ, നിങ്ങൾ രണ്ടുപേരും വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്, പിന്നെ പറയാം. അത് അവൻ തന്നെ പറയുന്ന സർപ്രൈസ് ആണ്. കേക്ക് മുറിക്കുന്നതാണോ അത്? അത് നമ്മള് വാങ്ങിട്ട് അവൻ പറയണ സർപ്രൈസ് ആണ്. അവൻ പറയണ് കട്ടൊന്നും ചെയ്യണ്ട, അത് രസമുണ്ട്. പിന്നെ ഇനി നമ്മളിനി പോയി വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും കല്യാണം മിസ്സാവും. അതുകൊണ്ടൊരു കല്യാണം ഉറപ്പിച്ചു. കല്യാണം നിങ്ങളിപ്പോ അടുത്ത ആഴ്ച കിട്ടുമല്ലോ, അടുത്ത ആഴ്ച നമുക്ക് കല്യാണം മിസ്സാവും.
എന്നാലും വീഡിയോ കോളിലൂടെ സദ്യ കാണിക്കാം. അതെ, സദ്യയും ചെക്കനെയും പെണ്ണിനെ കാണാം. ബെസ്റ്റ് വിഷസ് ഡിയർ സായൂജ്. ഒമാനിലേക്ക് പറക്കുന്നതിന് മുമ്പ് ഒരു കേക്ക് കട്ട് ചെയ്തിട്ടാവാം. ഇതൊരു തുടക്കം മാത്രം. ഇനി നാട്ടിൽ പോയിട്ട് ഇതുപോലത്തെ പരിപാടീസ് ഉണ്ടാവട്ടെ. ചിലപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് അങ്ങനെ ഐഡിയ വരും. ഉണ്ടാവും. എവിടെയാണ് ഞാനല്ല നീയാണ് കുടിക്കണ്ടത്. കൊട്ട് സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം. കഴുകൂ എനിക്കുള്ളതുണ്ടോ? ഓ, പോയി വിജയകരമായി പ്രവാസ ജീവിതം നടത്തൂ ഗൈസ്. പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന രവിയണ്ണന് വേണ്ടി ഒരു കേക്ക്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ കേക്ക്. ചെറിയ വേണമെങ്കിൽ എടുത്തോ, എടുക്കുകയോ? എനിക്ക് ചെറിയ വേണമെങ്കിൽ താല്പര്യമില്ല, എടുത്തോ. ഞാൻ നല്ലവനാന്നൊന്നും പറയണില്ലേ ഡയലോഗ്. അതെ, ഒരു മുതുക്കൻ. കേക്കിന്റെ മുകളിലിരിക്കുന്ന ടോപ്പിംഗ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അണ്ണന്റെ ബർത്ത്ഡേ എന്താണെന്ന് വിചാരിച്ചിട്ട് അണ്ണൻ കേക്ക് മുറിച്ചോ? കത്തി മര്യാദക്ക് പിടിക്കാൻ കൂടി വയ്യ. അപ്പോ എനിക്ക് വേണ്ടി സമയം ഒതുക്കി വന്ന മിസ്റ്റർ അർജുൻ മുരളി ആൻഡ് രവിശങ്കർ, രണ്ടുപേർക്കും നന്ദി. അയ്യോ, അത്ര ഫോർമാലിറ്റി ഒന്നും വേണ്ട, അത് നമുക്ക് ശരിയല്ല. നമ്മൾ സമയം ഒതുക്കുന്നതല്ല, അത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ്. അതെ. താങ്കളെ നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ സുഹൃത്തിൻ്റെ അനിയനായിട്ടാണെങ്കിലും ഇപ്പോൾ നമ്മുടെ കട്ട സുഹൃത്ത് തന്നെയാണ്. നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ വി വിൽ മിസ് യു സായുജ്. ഫ്രണ്ട്സ്, അങ്ങനെ വളരെ സംഭവ ബഹുലമായ ഒരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ഫ്രണ്ട് സായുജ് ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ നിന്നും പറത്തുന്നു. അപ്പോൾ കോയമ്പത്തൂരിൽ നമുക്ക് അങ്ങനെ എല്ലാവരും കൂടി കൂടാൻ പറ്റി. എന്ത് മോഹമാണ് ചിരിക്കും. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ് സായുജ്. താങ്ക് യു guys. ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. ഓക്കെ, പറ്റിയ നമുക്ക് അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചോ? സാധ്യത ഇല്ല, പറയാൻ പറ്റില്ല. ചിലപ്പോ പറയാൻ പറ്റില്ല, ചിലപ്പോ പറ്റുമായിരിക്കാം. അതിനു മുമ്പ് നിങ്ങളെ കല്യാണം നമ്മുടെ നാട്ടിലായിരിക്കല്ലേ? അതിന് 5 കൊല്ലുണ്ടല്ലോ. ഇനിയിപ്പോ നിങ്ങളുടെ അല്ല, നിങ്ങളെ കല്യാണത്തിന് നമ്മൾ വരും, പൊളിക്കും. അങ്ങനെ ഒരു അപ്പൊ ശരി ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. ഗുഡ് നൈറ്റ്.